ഞാനിന്നിവിടെ തയ്യാറാക്കുന്ന ഒരു മുട്ടക്കറിയാണ്. നമുക്ക് നോക്കിയാലോ മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതിയിലാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മുട്ട 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ വലിയ ജീരകം, അതായത് പെരുംജീരകം നമുക്ക് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ഒരു 3 അല്ല 4 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കറിവേപ്പില ഞാൻ 2 തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് സവോളയാണ് ചേർക്കുന്നത്. ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് 2 സവോളയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് സവോള വഴറ്റണം. ഒത്തിരി അങ്ങ് വഴന്ന് പോകണ്ട, എന്നാലും ഒരു ഇച്ചിരി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒരു ബ്രൗൺ കളറിലോട്ടൊന്നും പോകണ്ട. ഈ സമയം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു 1 ടീസ്പൂൺ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1 ടീസ്പൂൺ. മുളക് പൊടി എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ, നമ്മൾ പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട്. പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ഒരു 1 ടീസ്പൂൺ. പിന്നെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്, ഒരു 1/2 ടീസ്പൂൺ. ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ ഈ പൊടികളെല്ലാം നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഈ സമയം നമ്മൾ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഈ പൊടികൾ നമ്മുടെ പാത്രത്തിന് അടി പിടിക്കും, അല്ലെങ്കിൽ കരിയും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തീ കുറച്ച് വെക്കുക. ഈ സവോള ഏകദേശം ഇത്ര ആയാലും മതി കേട്ടോ, സവോള ഒത്തിരി ആവണ്ട, അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ മതി. ഇപ്പോൾ നോക്കിയത് ഞാനിപ്പം ഇത് ചെറിയ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ചൂടായി. ഇതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്ന ഒരു തക്കാളിയാണ്, ഒരു വലിയ തക്കാളിയാണ് എടുത്തിരുന്നത്. നമുക്കതിന് നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും. ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമുക്കിനി ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഈ സമയത്തേക്ക് ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇത് അടിയിൽ പിടിക്കും. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കണം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. നമ്മൾ വെള്ളം ചേർത്തുകൊണ്ട് അടിയിലധികം പിടിക്കുകയില്ല. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചു. നോക്കിയിപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയാണ്. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഗ്രേവി ഒത്തിരി വേണ്ടവർക്ക്, ചാറ് കൂടുതൽ വേണ്ടവർക്ക് ഇച്ചിരിയും കൂടെ നമുക്ക് എന്താ വേണ്ടത്, ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ചാറ് ഒത്തിരി ആക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത്. ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചത്. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ചെറു തീയിൽ വെച്ചേക്കാം. നമുക്കിനി തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിക്ക് കഴിക്കാൻ നല്ലൊരു മുട്ടക്കറിയാണിത്. ചപ്പാത്തിയും കഴിക്കാൻ നല്ലതാണ്, ചോറിനും കഴിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്